ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം, സുഖമാണോ? നമ്മളിവിടെയും അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോണു കേട്ടോ. അപ്പം ഇന്ന് ഒരു അടിപൊളി നെയ്യപ്പം. ഇനി ആരും നെയ്യപ്പം നന്നായില്ല എന്ന് പറയരുത്. ഞാൻ ഈ പറയുന്ന അതേ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെയാണ് നെയ്യപ്പം ഉണ്ടാക്കുക, ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരിക്കലും ഇനി നന്നായില്ല എന്ന് നിങ്ങൾ പറയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3 കപ്പ് പച്ചരിയാണ് വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്ത കേട്ടോ. അത് ഞാനതാണ് വാർക്കണതാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങൾ എവിടെയും നമ്മൾ ഊറ്റിയൊന്നും വെച്ചിട്ടില്ല, നേരെ മിക്സിയിലിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാൻ ഒഴിക്കുന്ന വെള്ളം, അതായത് നമ്മളെ അരിൻ്റെ ഒരു താഴെ ഒരു കുറച്ചായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം 3 കപ്പ് പച്ചരിക്ക് ഞാനൊരു ഒരു പിന്നെ 3/4 കപ്പ് വെള്ളമായിരിക്കും ഞാൻ ഒഴിച്ചിട്ടുണ്ടാവും. നമുക്ക് കാണാൻ കഴിയും, നോക്ക് കേട്ടോ, കണ്ടോ? അത്ര മതി വെള്ളം, കാരണം നമ്മൾ വാർക്കണ ആ വെള്ളം കൂടി ഉണ്ടാവുമല്ലോ. കണ്ടോ? പച്ചരിൻ്റെ താഴെയായിട്ടാണ് ആ വെള്ളം കിടക്കണത് കേട്ടോ. ആ സമയത്ത് നമ്മൾ എന്താ കുറച്ചൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടാണ്ട് ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ എന്താട്ടി ഒരു 5 ശർക്കരേൻ്റെ അച്ച് ഇത്ര വെള്ളം വെച്ചിട്ടാണ് ഞാനത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാനൊന്ന് അരച്ചെടുത്ത മാവാണ്. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ചെറിയ ജീരകം, അതുപോലെ ഒരു കുറച്ച് വലിയ ജീരകം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഏലക്കായൻ്റെ കുരു മാത്രം എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് അതിലേക്കൊന്ന് പിച്ചിടുക കേട്ടോ. ഇതിട്ടതിന് ശേഷം നമ്മൾ അധികം അരക്കണ്ട കേട്ടോ അരി, കാരണം അതിങ്ങനെ ഒരു ചെറിയൊരു കടി കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അത് ഞാൻ മാവ് അരച്ചെടുത്തിട്ട് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോഴൊക്കെ മാവ് ലൂസിലാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കുറച്ച് വെള്ളത്തിന് കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും കുഴപ്പമില്ല, നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാം, അതുപോലെ കാണിച്ചാൽ മതിയേ. ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. കണ്ടോ, ചൂട് ഞാൻ അതുപോലെ എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ ശർക്കര ഇനി മാവ് കൊയ്ക്കണത്. നല്ലോണം ശ്രദ്ധിക്കുക എല്ലാവരും. ശർക്കര ഒഴിക്കുന്നതോട് കൂടി തന്നെ നമ്മൾ മാവ് മെല്ലെ മെല്ലെ നന്നായിട്ട് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം, കാരണം നല്ല ചൂടുള്ള ഞാൻ നേരെ അടുപ്പിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഒഴിക്കണത് കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്ത് നോക്കണം. ഇനി നെയ്യപ്പം നന്നായില്ല എന്ന് പിന്നെ പറയില്ല. അപ്പോൾ 5 ശർക്കരൻ്റെ അച്ച് നമുക്ക് കറക്റ്റാണ് കേട്ടോ. ഇതിലേക്ക് മധുരം കുറച്ചും കൂടി കൂടുതൽ ആവശ്യമുള്ളവർ ഒരു അച്ചും കൂടി എടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോഴൊക്കെ നമ്മളെ മാവ് നല്ല ലൂസാണ്, കണ്ടില്ല നിങ്ങൾ? ഇത്രയും ലൂസാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 2-3 കാര്യങ്ങൾ ചേർക്കുന്നതോട് കൂടിയാണിത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. ഇതാ ഞാൻ 3/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നമ്മൾ കുറേശ്ശെ മിക്സിയിലിട്ടിട്ട് ആരും യോജിപ്പിക്കരുത്, ഇതിങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. മെല്ലെ മെല്ലെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെ തവിയോണ്ട് ശരിക്കും ഇളക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളെ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കതൊന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് ഞാൻ 3/4 കപ്പ് മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടേ. 3 കപ്പ് പച്ചരിക്കാട്ടോ ഇതൊക്കെ ഞാൻ പറയണത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും കുഴപ്പമില്ല, നമ്മൾ ഈ പരുവത്തിൽ തന്നെ നമുക്ക് എത്ര ആയാലും നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ നെയ്യപ്പം ഇനി നന്നായില്ല എന്ന് പറയില്ല കേട്ടോ. ഇത് കണ്ടോ, ഞാൻ 3/4 കപ്പ് മൈദയാണ് എടുത്തിരുന്നത്. മൈദേൻ്റെ സ്ഥാനത്ത് നമുക്ക് ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗോതമ്പ് പൊടി കുറച്ചും മൈദയായിട്ടും അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ, അതൊന്നും ഒരു കുഴപ്പമില്ല. കണ്ടോ, ഞാൻ അത്രയും ആ പാത്രത്തിൽ കാണുന്നുണ്ട്, അത് അത്രയും മൈദ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം തന്നെ എനിക്ക് ഏകദേശമൊക്കെ സംഭവം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ മാവ് ലൂസ് തന്നെയാണ്. ഇപ്പം തന്നെ ഞാനൊരു 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 പപ്പടം കുറച്ച് വെള്ളത്തിൽ ഞാൻ പൊതിർത്തി വെച്ചതാട്ടോ. ഇത് മാത്രം ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. വേറെ ഇതിലേക്ക് ഒരു ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ചെയ്യില്ല. ഇപ്പോൾ ഉപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, അതായത് മധുരത്തിന് ബാലൻസ് ചെയ്യാനും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. ഇത്രയും കൂടി ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ മാവ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആ റവ അതിലിട്ടിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് സെറ്റായി വരുമ്പോൾ നമ്മളെ മാവ് നമുക്ക് നെയ്യപ്പത്തിൻ്റെ ആ പരുവത്തിൽ ഇങ്ങോട്ടായി കിട്ടും കേട്ടോ. ഇപ്പോഴൊക്കെ ലൂസാണ്, കണ്ടില്ലേ? ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി നമുക്കൊന്ന് നെയ്യിൽ വറുത്ത് അതിലേക്ക് ഇടാം കേട്ടോ. ഇത് ഓപ്ഷനാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ നെയ്യപ്പം കഴിക്കുമ്പോൾ.
ആ ചൂടോട് കൂടിയ തന്നെ വേണം നമ്മളിത് മാവുക്ക് ഒഴിക്കേണ്ടത് കേട്ടോ. ഇതൊക്കെ ഒന്ന് ചെറിയ ചെറിയ 2-3 കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നെയ്യപ്പം ഒരിക്കലും ഇനി നന്നായില്ല എന്ന് പറയില്ല. ആ ചൂടോടെ തന്നെ നമ്മളിത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്പം തന്നെ കണ്ടോ നമ്മൾ മാവ് ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട്. ഇനി ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഒരു കുറച്ച് നേരം വെക്കണം തന്നെ ഇല്ല, ഒരു ഏകദേശം 1 മണിക്കൂർ അത്രയും മതി. ഇപ്പോഴും മാവ് കണ്ടോ ലൂസ് തന്നെയാണ്, പക്ഷെ നമ്മളൊരു കുറച്ച് നേരം വെക്കുന്നതോട് കൂടി അതങ്ങോട്ട് സെറ്റായി. കണ്ടോ മാവ് ഇപ്പോൾ ചാടുന്ന നിങ്ങൾ അതിൻ്റെ ഒരു പരിവ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ മതി. കണ്ടോ ഇപ്പം അത് ആ ലൂസ് വരുന്നില്ല. കണ്ടോ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് അസലായിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇനി ചുട്ടെടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട അതുപോലെ തീ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീയെ ഒരു മീഡിയം ലെവലിലാക്കി വെച്ചിട്ട് പിന്നെ അത് കൂട്ടരുത് കേട്ടോ ഒരിക്കലും. ഇനി ഒഴിച്ച് കൊടുത്തു നോക്കുക, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെയ്യപ്പം കിട്ടണം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. കണ്ടോ നമ്മൾ അതുപോലെ നെയ്യപ്പം പൊള്ളച്ച് വരാൻ കുറച്ച് താമസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിയുമ്പോൾ മേലെ തട്ടി കൊടുത്താൽ മതി, ആൾ ഉഷാറായിട്ട് പൊന്തി വരും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കരിഞ്ജീരകം, എള്ള് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ടേസ്റ്റ് കൂട്ടാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് യാതൊരു എന്താ പറയുക, നമ്മൾ ഫുള്ള് കണ്ടിട്ട് യാതൊരു മടിയും കൂടാതെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ഷമയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നെയ്യപ്പം സൂപ്പറായിട്ട് നമ്മളെ കയ്യിൽ കിട്ടും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണം. അപ്പോൾ ഓക്കെ, ബൈ.